വീറും വാശിയും ചോരാതെ നിന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉജ്ജ്വല വിജയം. 18,724 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത്. മതേതരത്വത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമാണ് പാലക്കാട്ടേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെയും LDF സ്ഥാനാർത്ഥി P സരിനെയും ബഹുദൂരം പിന്നിലാക്കിയാണ് റെക്കോർഡ് ഭൂരിപക്ഷവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. രണ്ടാം റൗണ്ടിൽ നഗരപരിധിക്കുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായി രാഹുൽ മുന്നേറിയപ്പോൾ പ്രവർത്തകർ വിജയാഹ്ലാദം തുടങ്ങിയിരുന്നു. വിജയം റെക്കോർഡ് ഭൂരിപക്ഷത്തിലെത്തിയതോടെ ആവേശം അണപൊട്ടി. 2016 ഷാഫി പറമ്പിൽ നേടിയ 17,483 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മറികടക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഭാഗ്യം കിട്ടിയ ആളാണ് താനെന്നും തന്നെപ്പോലൊരു സാധാരണ പ്രവർത്തകനെ ചേർത്തു പിടിക്കുന്നത് സാധാരണ പശ്ചാത്തലമുള്ളവർക്ക് മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ആദ്യ മണിക്കൂറിൽ മുന്നിലായിരുന്ന BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെ 6ാം റൗണ്ട് മുതലാണ് രാഹുൽ പിന്നിലാക്കിയത്. BJP ശക്തി കേന്ദ്രങ്ങളിൽ കടന്നുകയറിയായിരുന്നു രാഹുലിന്റെ വിജയം. നഗരപരിധിയിൽ സരിൻ നേടിയതിന്റെ ഇരട്ടി വോട്ടുകൾ നേടിയാണ് രാഹുലിന്റെ തേരോട്ടം. പിരായിരി പഞ്ചായത്തിൽ വോട്ടെണ്ണിയപ്പോഴാണ് രാഹുലിന്റെ ലീഡ് കുത്തനെ ഉയർന്നത്. ഇവിടെ മാത്രം 6,775 വോട്ട് നേടിയ രാഹുൽ കൃഷ്ണകുമാറിനേക്കാൾ 4,124 വോട്ടുകളുടെ മുൻതൂക്കവും പിരാരിയിൽ നേടി. തുടർന്ന് മാത്തൂർ പഞ്ചായത്തിലും കുതിപ്പ് തുടർന്ന രാഹുലിനെ ഇടത് ശക്തി കേന്ദ്രമായ കണ്ണാടിയിലും പിടിച്ചുകെട്ടാനായില്ല. ഒടുവിൽ മിന്നും വിജയത്തിന്റെ തിളക്കത്തിൽ കന്നിയംഗം ജയിച്ച് പാലക്കാട് MLA ആയി രാഹുൽ നിയമസഭയിലേക്ക്. അമൃത ന്യൂസ്, പാലക്കാട്.